Hello everyone, welcome back to Dr. Cordage Medical Coding Classes. So, ഇന്ന് chapter 18 ആണ് ഡിസ്കസ് ചെയ്യുന്നത് സിംറ്റംസ്, സൈൻസ് ആൻഡ് അബ്നോർമൽ ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി ഫൈൻഡിങ്സ്. ഓക്കെ, ഇവിടെ കോഡ് റേഞ്ച് വരുന്നത് R സീരീസ് ആണ്, R00 to R99. സോ ഫസ്റ്റ് വൺ, യൂസ് ഓഫ് എ സിംറ്റം കോഡ്. എപ്പോഴാണ് നമ്മൾ സിംറ്റംസിന് കോഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഗൈഡ് ലൈൻ, when a related definitive diagnosis is not established, അതായത് പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് എന്താന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ, ഡയഗ്നോസിസ് എന്താന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇപ്പോൾ പേഷ്യൻ്റ് ഒരു ഫീവർ ആയിട്ട് വന്നു, പക്ഷെ ആ ഫീവറിൻ്റെ റീസൺ ഫോർ ഫീവർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ നമുക്ക് ഫീവർ ഒരു സിംറ്റം ആണ്, ഫീവറിന് കോഡ് ചെയ്യാം. ഓക്കെ, നേരെ മറിച്ച് ഫീവറിൻ്റെ റീസൺ COVID-19 ആണ് അതിൻ്റെ കാരണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫീവർ കോഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ കോഡ് ചെയ്യേണ്ടത്? COVID-19 ആണ് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡയഗ്നോസിസ് ഇല്ലാത്ത കേസസിൽ നമുക്ക് എന്ത് കോഡ് ചെയ്യാം? സിംറ്റംസ് കോഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് എ സിംറ്റം കോഡ് വിത്ത് എ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ്. എപ്പോഴാണ് നമ്മൾ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിലും സിംറ്റംസ് കോഡ് ചെയ്യേണ്ടത്? ഓക്കെ, വെൻ സൈൻ ഓർ സിംറ്റം ഇസ് അൺറിലേറ്റഡ് ടു ഡയഗ്നോസിസ്, അതായത് നമുക്ക് കിട്ടിയ ഡയഗ്നോസിസിനോട് ഒരു ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും ഒരു സൈൻസോ സിംറ്റംസോ ആണ് പേഷ്യൻറ്റിന് ഉള്ളതെങ്കിൽ, അപ്പം നമുക്ക് ഡയഗ്നോസിസിന് പുറമെ ഈ അഡീഷണൽ സിംറ്റംസോ അല്ലെങ്കിൽ സൈൻസോ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ കോഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരു ഡയഗ്നോസിസ് കിട്ടിയിട്ടുണ്ട്, സിവിയർ സെപ്സിസ് ആണ്. ഇനി ആ പേഷ്യൻറ്റിന് വേറെ എന്തെങ്കിലും ഒരു സിംറ്റം, അതായത് ഒരു ഫീവറോ ഹെഡേക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് സെപ്സിസുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു സിംറ്റമാണ്, ഹെഡേക്കൊക്കെ അല്ലേ. അപ്പം നമുക്ക് എന്ത് കോഡ് ചെയ്യാം? സെപ്സിസും കോഡ് ചെയ്യാം, അതിന് പുറമെ ഹെഡേക്കും കോഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, കോമ്പിനേഷൻ കോഡ് ദാറ്റ് ഇൻക്ലൂഡ് സിംറ്റംസ്. എന്തായിരുന്നു കോമ്പിനേഷൻ കോഡ്? കോമ്പിനേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രണ്ട് ഡയഗ്നോസിസ്, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് ഒരു കോംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് ഒരു മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ ഡയഗ്നോസിസ് ഒരു സിംറ്റംസ്, അങ്ങനെ എന്തെങ്കിലും രണ്ട് കണ്ടീഷൻസിന് ഒരു സിംഗിൾ കോഡ്, അതാണ് കോമ്പിനേഷൻ കോഡ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കോമ്പിനേഷൻ കോഡിൽ തന്നെ ഒരു ഡയഗ്നോസിസും ഒരു സിംറ്റംസും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ സിംറ്റത്തിൻ്റെ കോഡ് എടുക്കുന്നതാണ്. പിന്നെ അഡീഷണലി അതിന് വേറെ പിന്നെയും സെപ്പറേറ്റ് സിംറ്റം കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കോമ്പിനേഷൻ കോഡിൽ തന്നെ ഡയഗ്നോസിസ് പ്ലസ് സിംറ്റംസ് സിംഗിൾ കോഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ, റിപ്പീറ്റഡ് ഫോൾസ്. റിപ്പീറ്റഡ് ഫോൾസിൻ്റെ കോഡ് വരുന്നത് R29.6. അപ്പോൾ എപ്പോഴാണ് നമ്മൾ റിപ്പീറ്റഡ് ഫോൾസിന് കോഡ് എടുക്കേണ്ടത്? യൂസ്ഡ് വെൻ പേഷ്യൻറ്റ് ഹാസ് റീസെൻ്റ്ലി ഫോളൻ ആൻഡ് റീസൺ ഫോർ ഫോൾ ഇസ് ബീയിങ് ഇൻവെസ്റ്റിഗേറ്റഡ്, അതായത് പേഷ്യൻ്റ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഴ്ച ഉണ്ടായി, ആ വീഴ്ചയുടെ കാരണം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനത്തെ കേസിലാണ് നമ്മൾ R29.6 കൊടുക്കേണ്ടത്. ഇനി ഇവിടെ തന്നെ ഹിസ്റ്ററി ഓഫ് ഫോളിങ്, അതായത് കോഡ് വരുന്നത് Z91.81, ഹിസ്റ്ററി ഓഫ് ഫോളിങ്. അതെപ്പോഴാണ് കൊടുക്കേണ്ടത്? വെൻ പേഷ്യൻറ്റ് ഹാസ് ഫോളൻ ഇൻ പാസ്റ്റ് ആൻഡ് ഇസ് അറ്റ് റിസ്ക് ഫോർ ഫ്യൂച്ചർ ഫോൾസ്. ഇതുപോലെ പേഷ്യൻറ്റിന് മുന്നേയും ഇതുപോലെ വീഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഹിസ്റ്ററി ഓഫ് ഫോളിങ് കോഡ് കൊടുക്കേണ്ടത്, Z91.81. ഇനി നെക്സ്റ്റ് വൺ, കോമ സ്കെയിൽ. കോമ സ്കെയിലിൻ്റെ കോഡ് വരുന്നത് R40.2. എന്താ കോമ? കോമ മീൻസ് പേഷ്യൻറ്റ് ഒരു പ്രൊലോങ്ഡ് ആയിട്ടൊരു അൺകോൺഷ്യസ്നെസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ, അതാണ് കോമ അല്ലേ. അപ്പോൾ ഈ കോമയുടെ ഇൻറ്റൻസിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലാണ് കോമ സ്കെയിൽ. ഓക്കെ, ഈ കോമ സ്കെയിൽ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം ഡയഗ്നോസിസ് കോഡ് ചെയ്യണം, അതിനുശേഷമാണ് നമ്മൾ R40.2 കോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിൻ്റെ ടേബിളാർ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ഫസ്റ്റ് കാണാം. ഓക്കെ, ഇനി ഏതൊക്കെ കേസസിലാണ് കോമ സ്കെയിലിൻ്റെ കോഡ്സ് അഡീഷണലി എടുക്കേണ്ടതെന്ന് വെച്ചാൽ, യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി കോഡ്സ്, അക്യൂട്ട് സെറിബ്രോവാസ്കുലർ ഡിസീസ് ഓർ സീക്വലേ ഓഫ് സെറിബ്രോവാസ്കുലർ ഡിസീസ്. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ് അല്ലെങ്കിൽ അക്യൂട്ട് സെറിബ്രോവാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ സെറിബ്രോവാസ്കുലർ ഡിസീസസിൻ്റെ സീക്വലേ ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ഡോക്യുമെൻറ്റേഷനിൽ കോമ സ്കെയിൽ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് R40.2 കോഡ് എടുക്കാം. ഇനി ഈ R40.2 7th ക്യാരക്ടർ ഉണ്ട്. ഈ 7th ക്യാരക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് കോമ സ്കെയിൽ അസസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അതിൽ കുറേ കാണാം. R40.2 നിങ്ങൾ ടേബിളാർ ലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും 7th ക്യാരക്ടർ 0, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 0 ആണെങ്കിൽ
ഈ കോമ സ്കെയിൽ എവിടുന്ന അസസ് ചെയ്തിട്ടുള്ളതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അൺസ്പെസിഫൈഡ് ടൈം ആണെങ്കിൽ 0 കൊടുക്കാം. ഓക്കെ, ഇനി 1 ആണെങ്കിൽ ഇൻ ദ ഫീൽഡിൽ വെച്ചിട്ടാണെങ്കിൽ EMT ഓർ ആംബുലൻസ്. ഓക്കെ, ഇനി 2 ആണെങ്കിൽ അറ്റ് അറൈവൽ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അറൈവ് ചെയ്ത ശേഷം. ദെൻ 3 ആണെങ്കിൽ അറ്റ് ഹോസ്പിറ്റൽ അഡ്മിഷന്റെ ടൈമിൽ. ഇനി 4 ആണെങ്കിൽ 24 hours or more ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തതിന്റെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ 4 കൊടുക്കാം. ഓക്കെ, ഇതാണ് 7th ക്യാരക്ടർ കൊടുക്കേണ്ടത്. എവിടുന്നാണ് കോമ സ്കെയിൽ അസസ് ചെയ്തത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കോമ സ്കെയിലിന്റെ കോഡ് ടേബിളാർ ലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും R40.2122 and 23. അത് ഓരോ ഫസ്റ്റ് വൺ ആണെങ്കിൽ കോമ സ്കെയിൽ ഐസ് എപ്പോഴാ ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി R40.22 ആണെങ്കിൽ ബെസ്റ്റ് വേർബൽ റെസ്പോൺസ്, അതായത് പേഷ്യന്റ് എന്തെങ്കിലും വാക്ക് പറയുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ടുള്ള വേയിലാണ് കോൺവെർസേഷൻ വരുന്നത്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബെസ്റ്റ് വേർബൽ റെസ്പോൺസ് നോക്കുന്നത്. ഇനി R40.23 ആണെങ്കിൽ ബെസ്റ്റ് മോട്ടോർ റെസ്പോൺസ്, അതായത് പേഷ്യന്റിന്റെ മൂവ്മെന്റ്. ഓക്കെ, പേഷ്യന്റ് എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഹാൻഡ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ, ഫ്ലെക്ഷൻ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ് R40.23 നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ വെച്ചാണ് അസസ് ചെയ്തത് നോക്കുക, പിന്നെ എന്ത് കണ്ടീഷൻ ആണ്, ഐസിന്റെ ആണോ അതോ വേർബൽ ആണോ അതോ മൂവ്മെന്റ് ആണോ നോക്കുക, അതിനനുസരിച്ച് കോഡ് എടുക്കാം. ഇനി വേറൊരു കോഡ് കാണാം R40.24 ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ടോട്ടൽ സ്കോർ. നമ്മൾ R40.21ലും 22ലും 23ലും ഒക്കെ ഇൻഡിവിജ്വൽ സ്കോർസ് ആണ് കണ്ടത്. 24 ആണെങ്കിൽ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ടോട്ടൽ സ്കോർ. ഇതിന്റെ ടോട്ടൽ സ്കോറിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എത്രയാണോ നോക്കാം അതെടുക്കാം. ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻ, ഡു നോട്ട് റിപ്പോർട്ട് കോമ സ്കെയിൽ കോഡ് ഫോർ പേഷ്യന്റ് വിത്ത് മെഡിക്കലി ഇൻഡ്യൂസ്ഡ് കോമ ഓർ സെഡേറ്റഡ് പേഷ്യന്റ്. അതായത് കോമ മെഡിക്കലി ഇൻഡ്യൂസ് ചെയ്ത കേസാണ് അല്ലെങ്കിൽ പേഷ്യന്റ് സെഡേഷനിലാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും കോമ സ്കെയിൽ കോഡ് കൊടുക്കാൻ പാടില്ല. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം ഡ്യൂ ടു നോൺ ഇൻഫെക്ഷ്യസ് പ്രോസസ്. സോ സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം എന്ന് പറയുന്നത് ബോഡിയുടെ ഒരു ഡിഫൻസ് റെസ്പോൺസ് ആണ്, അല്ലെ, എക്സാഗ്രേറ്റഡ് ഡിഫൻസ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഡ്യൂ ടു നോൺ ഇൻഫെക്ഷ്യസ് പ്രോസസ്, എന്തൊക്കെയാണ് നോൺ ഇൻഫെക്ഷ്യസ് പ്രോസസ്? ഇൻഫെക്ഷൻ അല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസംസ് ഒന്നും കോസ് ചെയ്യാത്ത വേറെ നോൺ ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസ് പറഞ്ഞാൽ എക്സാമ്പിൾ ട്രോമ, ഓക്കെ, ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ആയിട്ടുണ്ടാവുന്ന കണ്ടീഷൻസ്, ട്രോമ. പിന്നെ മാലിഗ്നന്റ് നിയോപ്ലാസം, ഓക്കെ, മാലിഗ്നന്റ് ക്യാൻസർ, അതുപോലെ പാൻക്രിയാറ്റൈറ്റിസ്, ഇതൊക്കെയാണ് കുറച്ച് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് പ്രോസസ്സിന്റെ എക്സാമ്പിൾസ്. അപ്പോൾ സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം ഡ്യൂ ടു നോൺ ഇൻഫെക്ഷ്യസ് പ്രോസസ് ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കോഡ് ചെയ്യേണ്ടത് അണ്ടർലൈങ് കണ്ടീഷൻ. ഓക്കെ, ഇപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് കാരണമാണ് സിർസ് ഉണ്ടായതെങ്കിൽ ഫസ്റ്റ് പാൻക്രിയാറ്റൈറ്റിസിന്റെ കോഡ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോത്തിന്റെ കോഡ് R65.10 or 11. ഓക്കെ, ഇവിടെ R65.10 ആണെങ്കിൽ സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം വിത്തൗട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ ആണ്. 11 ആണെങ്കിൽ വിത്ത് അസോസിയേറ്റഡ് ഓർഗൻ ഡിസ്ഫങ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ R65.11 കോഡ് ചെയ്യുമ്പോൾ അഡീഷണലി എന്തും കൂടെ കോഡ് ചെയ്യണം, ഈ ഓർഗൻ ഡിസ്ഫങ്ഷൻ, അസോസിയേറ്റഡ് ഓർഗൻ ഡിസ്ഫങ്ഷൻ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോഡും കൂടെ അഡീഷണലി കോഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡെത്ത് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, ഡെത്ത് NOS. ഓക്കെ, ഇവിടെ കോഡ് വരുന്നത് R99 ആണ്. ഇൽ ഡിഫൈൻ ആൻഡ് അൺനോൺ കോസ് ഓഫ് മോർട്ടാലിറ്റി, അതായത് റീസൺ ഫോർ ഡെത്ത് ഇസ് അൺനോൺ. ഓക്കെ, ഡെത്തിന്റെ റീസൺ എന്താന്ന് അറിയില്ല. ഓക്കെ, സോ പേഷ്യന്റ് ഡെഡ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നതെങ്കിൽ, ഓക്കെ, ഓൺ അറൈവൽ ടു ഹോസ്പിറ്റൽ തന്നെ പേഷ്യന്റ് ഡൈഡ് ആണെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ R99 കോഡ് കൊടുക്കേണ്ടത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ വന്നു, എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം പേഷ്യന്റ് ഡെത്ത് സംഭവിച്ചു, അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്താ കോഡ് ചെയ്യേണ്ടത്? എന്ത് കാരണമായിട്ടാണ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നത് അതിന് തന്നെയാണ് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഡെത്തിന്റെ കോഡ് കൊടുക്കില്ല. ഇനി നെക്സ്റ്റ് വൺ, NIHSS സ്ട്രോക്ക് സ്കെയിൽ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സ്ട്രോക്ക് സ്കെയിൽ. അപ്പോൾ നമ്മൾ കോമ സ്കെയിൽ പറഞ്ഞ പോലെ വേറൊരു കണ്ടീഷൻ, സ്ട്രോക്കിന്റെ ഇന്റൻസിറ്റി എത്രത്തോളാണെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോക്ക് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താ സ്ട്രോക്ക്? സ്ട്രോക്ക് മീൻസ്
ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇൻട്രപ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആവുന്നത് അങ്ങനത്തെ കണ്ടീഷനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്ട്രോക്ക് സ്കെയിലിൻ്റെ കോഡ് വരുന്നത് R29.7 ആണ്. ഇതും ഒരു ഫസ്റ്റ് കോഡായിട്ട് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഡയഗ്നോസിസ് അതായത് സ്ട്രോക്കിൻ്റെ കോഡ് ചെയ്യുക, അതിനുശേഷമാണ് NIHSS സ്ട്രോക്ക് സ്കെയിൽ കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ കോഡ് യൂസ് ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ സ്ട്രോക്കിൻ്റെ സിവിയറിറ്റി എത്രത്തോളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് NIHSS സ്ട്രോക്ക് സ്കെയിൽ കൊടുക്കുന്നത്. സോ ഈ ചാപ്റ്ററിൽ ഇത്ര ഗൈഡ് ലൈൻസേ ഉള്ളൂ. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, ഈസി ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, വേറെ ഒരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതാണ്. താങ്ക് യു.